നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ISLൽ ഇന്ന് ചാമ്പ്യന്മാരെ അറിയാം. ഇന്ന് 5 ടീമുകൾ, പ്രധാനമായിട്ടും 5 ടീമുകൾ കളത്തിലിറങ്ങും. അവരുടെ കാരണം ചാമ്പ്യന്മാരാവാൻ സാധ്യതയുള്ള 5 ടീമുകളാണ് കാര്യമാണ് പറഞ്ഞത്. ബഹ്റൈൻ ടീമുകൾ കളിക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിലും ചാമ്പ്യന്മാരാകാൻ സാധ്യതയുള്ള 5 ടീമുകളുടെ കാര്യമാണ് പറഞ്ഞത്. അതിൽ ആ കളികൾ ജയപരാജയ സാധ്യതകളാണ് ചാമ്പ്യന്മാരെ നിർണ്ണയിക്കുക. അതിലേറ്റവും പ്രധാനമായിട്ട് സാധ്യതയുള്ള ഈസ്റ്റ് ബംഗാളിനാണ്. ഈസ്റ്റ് ബംഗാളിന് 23 പോയിന്റ് ഉണ്ട്. അവർ ഗോൾ വ്യത്യാസത്തിൽ മോഹൻ ബഗാനുമായിട്ട് 5 ഗോളിൻ്റെ വ്യത്യാസമുണ്ട്. മോഹൻ ബഗാന് 23 പോയിൻ്റാണ് ഉള്ളത്. ഈസ്റ്റ് ബംഗാളിന് മോഹൻ ബഗാന് 23 പോയിന്റ്. പക്ഷേ ഈസ്റ്റ് ബംഗാളിന് 5 ഗോളിൻ്റെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അവർക്ക് ഗുണം ചെയ്യും. ഈസ്റ്റ് ബംഗാൾ ഇന്ന് ഇന്റർകാഷിയുമായിട്ടാണ് നേരിടുക. അതിൽ ജയിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ ചാമ്പ്യന്മാരാകും. അതേസമയം മോഹൻ ബഗാൻ ഡൽഹി സ്പോർട്ടിങ്ങുമായിട്ടാണ് കളി. ഡൽഹിയെ തോൽപ്പിച്ചാലും മോഹൻ ബഗാന് ഈ 5 ഗോളിൻ്റെ വ്യത്യാസം മറികടക്കുന്ന വലിയൊരു ഗോൾ വ്യത്യാസത്തിൽ ജയിക്കണം. അതിന് സാധ്യത കമ്മിയാണ് ജയിക്കുകയാണെങ്കിൽ. ഇനി ഈസ്റ്റ് ബംഗാൾ തോൽക്കുകയും മോഹൻ ബഗാൻ ജയിക്കുകയും ചെയ്താൽ മോഹൻ ബഗാൻ ചാമ്പ്യന്മാരാകും. ഈ 2 ടീമുകളും തോൽട്ടാൽ പിന്നീട് വരുന്നത് മുംബൈ, പഞ്ചാബ്, ജംഷഡ്പൂർ തുടങ്ങിയ ക്ലബ്ബുകളാണ്. അതിൽ മുംബൈ പഞ്ചാബും തമ്മിലാണ് ഇന്ന് കളി. ജംഷഡ്പൂരിൻ്റെയും കളിയുണ്ട്. ജംഷഡ്പൂർ ഒഡീഷ FCയുമായിട്ടാണ് കളി. അപ്പോൾ ഈ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും തോൽക്കുകയാണെങ്കിൽ ഈ 3 ടീമുകൾക്ക് സാധ്യത വരും. അതിൽ തന്നെ മുംബൈ FCയും പഞ്ചാബ് FC 22 പോയിന്റുമായിട്ടാണ് നിൽക്കുന്നത്. ഒഡീഷയ്ക്ക് 21 പോയിന്റാണ്. അപ്പോൾ ഈ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തോറ്റാൽ എങ്കിൽ ഈ 3 പേർക്ക് സാധ്യത വരും. അവർ തോൽക്കുകയാണെങ്കിൽ ഇവരിൽ ഏതെങ്കിലും ഒരു ടീം ജയിക്കുകയും മറ്റു ടീമുകൾ തോൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ ജയിച്ച ടീം ചാമ്പ്യന്മാരാകും. അപ്പോൾ അങ്ങനെ 5 ടീമുകളാണ് ഇന്ന് കളത്തിലിറങ്ങുന്ന. എല്ലാ കളികളും 7:30-ക്കാണ്. എല്ലാം അവസാന റൗണ്ട് കളി ആയതുകൊണ്ട് എല്ലാ കളി ഒരുമിച്ചാണ് നടക്കുന്നത്. 7:30-ക്കാണ് നടക്കുന്നത്. ആദ്യ സാധ്യത ഈസ്റ്റ് ബംഗാളിന്, രണ്ടാമത്തെ സാധ്യത മോഹൻ ബഗാന്, മൂന്നാമത്തെ സാധ്യതയിൽ 2 ടീമുകളുണ്ട്. പഞ്ചാബുണ്ട്, മുംബൈയുണ്ട്. അവർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. 4ാമത്തെ സാധ്യതയിൽ ജംഷഡ്പൂർ FC ഉണ്ട്. അവർ ഒഡീഷയുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. പിന്നെ ഈസ്റ്റ് ബംഗാളിനും മോഹൻ ബഗാനും 23 പോയിന്റ്, മുംബൈക്കും പഞ്ചാബിനും 22 പോയിന്റ്, ജംഷഡ്പൂരിന് 21 പോയിന്റ്. ഇതാണ് സാഹചര്യം. എന്ത് തന്നെ ആയാലും ഈസ്റ്റ് ബംഗാളിന് തന്നെയാണ് സാധ്യത കൂടുതൽ. അത് നമ്മൾ പറയാതെ വയ്യ. തൊട്ട് പിറകെ മോഹൻ ബഗാനും ഉണ്ട്. എങ്കിലും ഇതിൽ ആര് ചാമ്പ്യന്മാരാകുമെന്ന് ഇന്ന് രാത്രിയോടെ അറിയാം. ISLന്റെ പുതിയ പതിപ്പായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി കാരണം 13 മത്സരങ്ങൾ മാത്രമാണ് ഉണ്ടായത്. പ്ലേ ഓഫ് മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ 13 മത്സരങ്ങളിലെ ലീഗ് മത്സരങ്ങളിലെ പോയിന്റ് പട്ടികയിൽ മുന്നിൽ വരുന്നവർ ചാമ്പ്യന്മാർ. അതായിരുന്നു രീതി. എന്തായാലും ഇന്ന് ചാമ്പ്യനെ അറിയാം.